recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സ്പെഷ്യൽ ചെമ്മീൻ പ്രിപ്പറേഷൻ ആണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ചെമ്മീൻ കറി എന്ന് വിളിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് കുക്കിംഗ് പഠിച്ചവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ സ്പീഡിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു സ്പെഷ്യൽ ചെമ്മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. 1 കിലോ ചെമ്മീൻ അതിൻ്റെ ഷെല്ലും വെയിനും എല്ലാം കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു ചട്ടിയിൽ ഇട്ട് വെക്കണം. ഇതിൻ്റെ കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നേരിയതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 4 പച്ചമുളക് പിളർന്ന് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഏകദേശം 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും എരിവനുസരിച്ച് മുളക് പൊടിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കൂടുതൽ മല്ലിപ്പൊടി ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഓരോരുത്തരുടെയും എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 4 കുടംപുളി നന്നായി കഴുകിയതിനു ശേഷം ഇതിലോട്ട് ചേർക്കുക. ചില കുടംപുളിക്ക് പുളി കുറവായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും പുളി. അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ കുടംപുളി ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഏകദേശം 3 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ കണക്ക് ഇങ്ങനെ തന്നെ ആകണമെന്നൊന്നുമില്ല, ഏകദേശം ഒരു കണക്ക് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾക്ക് വേണ്ടത് ഈ ചെമ്മീൻ്റെ മുകളിലായിട്ട് വേണം വെള്ളം ഇരിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ കുറച്ച് വെള്ളം കൂടിപ്പോയാലും സാരില്ല, കാരണം നമ്മളിനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ച് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ച് വറ്റിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു ഏകദേശം 20 മിനിറ്റ് കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ അടുപ്പ് തുറന്നു നോക്കുമ്പം ഇങ്ങനെയാണ് ഉണ്ടാകുക. കാണുമ്പോൾ കുറച്ച് വെള്ളം പോലെയൊക്കെ തോന്നും, കാരണം ചെമ്മീനിന് തന്നെ ആവശ്യത്തിന് വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് വേവിക്കുമ്പം ചെമ്മീനിലത്തെ വെള്ളം കൂടെ പുറത്തോട്ട് വരികയാണ്. ഇനി നമുക്ക് ഈ അടുപ്പ് മാറ്റി വെച്ച് തുറന്ന് വേവിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഈ വെള്ളം വറ്റി കുറുകി വരണം. ഈ ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ കുറേ നേരം ചെമ്മീൻ വേവിച്ചാൽ പോലും റബ്ബർ പോലെയൊന്നും ആകൂല കേട്ടോ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വരിക. അങ്ങനെ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു പാനിൽ കുറച്ച് എണ്ണയിട്ട് ആ എണ്ണ ചൂടാക്കുമ്പം നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ആ കടുക് പൊട്ടി തുടങ്ങുമ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ സമയം നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് നമുക്ക് കടുക് പൊട്ടിച്ചത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കടുക് പൊട്ടിക്കുന്ന പാൻ കുറച്ച് വലുതാണെങ്കിൽ അതിലോട്ട് ഈ ചെമ്മീൻ്റെ കൂട്ടിട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പ്രിപ്പറേഷനാണിത്. നിങ്ങൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്, വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.